സുറൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കിവിടെ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. 1/2 കിലോ ചെമ്മീനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ഒരു ടേസ്റ്റിയായ ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. അതിനായി നമ്മളിവിടെ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ചെമ്മീനൊക്കെ കായം പുരട്ടുന്ന പോലെ തന്നെയാണ് പുരട്ടി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ച ഈ ചെമ്മീൻ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ബിരിയാണി വെക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇത് റെഡിയാക്കാം. ഇതിനായിട്ട് നമ്മൾ കോൾഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഉള്ളവർ അതെടുത്താൽ മതി. ഞാൻ അതില്ലാത്തത് കൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് ഫ്രൈ ആക്കാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള സബോള എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിനായിട്ട് നമ്മളിവിടെ 6 സബോളയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ഇതിനായുള്ള സബോള നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 5 തക്കാളിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഈ തക്കാളി നമുക്കൊന്ന് അരിഞ്ഞ് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ചെമ്മീൻ പൊരിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം, സബോള. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ ഈ എണ്ണയിൽ തന്നെ സബോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി തക്കാളി മിക്സിയിൽ അടിച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇത് നമ്മൾ 5 തക്കാളിയാണ്. അത് ചെറുതായിട്ട് മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തതാണ്. ഇനി ഇതൊന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം, ഒഴിച്ച് കൊടുക്കണം. അതൊരു സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്കുള്ള റൈസ് നമ്മൾ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറ് വെച്ചിട്ട് നമ്മൾ ഇത് ദമ്മിടുകയാണ്. അപ്പോൾ ഇത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് നമ്മളിത് അരി ഇട്ടിട്ടുള്ളത്. അപ്പോൾ ചോറൊന്ന് റെഡിയാകുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി മിക്സ് ആക്കണം. ഉള്ളി വെന്ത് വരുമ്പോഴേക്കും ഒന്ന് ഗ്യാസിൽ കിടന്നൊന്ന് വെന്ത് സെറ്റ് ആവാനുണ്ട്. അപ്പോഴേക്കും നമുക്ക് ചോറ് ഒന്ന് നോക്കണം. ചോറ് വെന്തുകൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് നമുക്ക് ഒരു ഉള്ളി പൊരിച്ചിട്ടിട്ട് കൊടുക്കണം, അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാം. ചെറിയ സ്പൂണാണ്, അതിന് 3 സ്പൂണാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. 3.5 സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. സബോള മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഉള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ ചോറ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ദമ്മിടാൻ നമുക്ക് മസാല ഒന്ന് റെഡിയാകാനുണ്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കിയതിന് ശേഷം നമുക്ക് ദമ്മിടാം, അടുപ്പത്ത് ദമ്മിടാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, സാധാ മുളകും പൊടി. പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
1/4 ടീസ്പൂൺ ഗരം മസാല അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കും. ഇനി നമുക്കിതിലേക്ക് തരി മല്ലിച്ചപ്പ് അരിഞ്ഞതിട്ട് കൊടുക്കണം. ഇത് നമ്മളൊരു തുള്ളി മഞ്ഞൾപ്പൊടിയും പൈനാപ്പിൾ എസൻസും കൂടി തുള്ളി പാൽപ്പൊടിയിൽ കലക്കിയെടുക്കുന്നതാണ് ദമ്മിടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് ദമ്മിട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ അടിയിലെ ആവശ്യത്തിന് നെയ്യ് 3 ടീസ്പൂൺ ചെറിയ ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ദമ്മിടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ പൈനാപ്പിൾ എസൻസും പാലും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത ഇതാണ്. അപ്പോൾ അത് ഇടയ്ക്കിങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അത് ചോറിന് നല്ല നമ്മൾ ഉള്ളി പൊരിച്ചെടുത്തത് അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടി പൊരിച്ചെടുത്തത്. ഇത് ചെറുനാരങ്ങ നീരാണ്. ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തട്ടിക്കൂട്ടൽ ബിരിയാണിയാണ് കേട്ടോ. പിന്നെ ഞാനിത് ചെയ്യുമ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. അതെന്താ അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ ഇവിടെ മല്ലിച്ചപ്പൊന്നും ഇല്ല, മല്ലിച്ചപ്പൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടുള്ളത് വെച്ചിട്ടൊരു ബിരിയാണി ഉണ്ടാക്കുകയാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ ചെറിയ രീതിയിലായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇത് നെയ്ച്ചോറിൻ്റെ അരിയാണ് കേട്ടോ, ബിരിയാണിയുടെ അരിയല്ല. ചെറുനാരങ്ങ നീര് വീണ്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു തുള്ളി എസൻസേ ഒഴിക്കാൻ പാടുള്ളൂ. പൈനാപ്പിൾ എസൻസ് ഒരു തുള്ളി പാലിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നു. പാലിലോ പാൽപ്പൊടിയിലോ എന്തിലായാലും കുഴപ്പമില്ല കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇട്ട് കൊടുക്കും. മല്ലിച്ചപ്പ് കുറവാണ്, കുറച്ചിട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഉള്ള മല്ലിച്ചപ്പ് മേലെ വിതറാം. ഇനി കുറച്ചും കൂടി ഉള്ളത് നമ്മൾ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തു ചെറുനാരങ്ങ. നമുക്ക് മേലെ കുറച്ച് നെയ്യുണ്ട്, അത് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് ഉള്ളിലൊക്കെ നെയ്യുണ്ട്, പിന്നെ ഇതിലും നെയ്യിട്ടിട്ടുണ്ട്. നെയ്യുടെ ആവശ്യമില്ല, എന്നാലും ഞാൻ ലേശം ഒഴിച്ച് കൊടുത്തത്. ഇനി ബാക്കിയുള്ള റൈസും കൂടെ നമ്മളിതിൻ്റെ മേലെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു തീയായി. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ദമ്മായിട്ടുണ്ട്, ദമ്മിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു വെയിറ്റ് വെച്ചിട്ട് നമുക്ക് തീക്കണലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് കാത്തിരിക്കണം. അപ്പോൾ നമ്മുടെ ബിരിയാണി ദമ്മിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഇനി ചോറൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ദമ്മിടുന്ന ബിരിയാണി എപ്പോഴും നമ്മൾ അത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വിളമ്പുന്നതാണ് നല്ലത്. അപ്പോഴേ നമുക്ക് അതിൽ നന്നായി മസാലയെല്ലാം എല്ലാ ഭാഗത്തും നന്നായി പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചോറ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നല്ല വെണ്ണ മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വിളമ്പിയെടുക്കാം. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഒരു പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ്.